സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. 2025-26 സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ 1600 രൂപയും നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന മസ്റ്ററിങ് നമ്മൾ ചെയ്തേ മതിയാകൂ. വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 25-ാം തീയതി, അതായത് അടുത്ത മാസം 25-ാം തീയതി മുതൽ ഇത് ആരംഭിക്കും. 2 മാസക്കാലത്തേക്കായിരിക്കും പെൻഷൻ മസ്റ്ററിങ് നീണ്ടു നിൽക്കുക. ഓഗസ്റ്റ് മാസം 24-ാം തീയതി മസ്റ്ററിങ് അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു. മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് കണക്കാക്കുക. പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി വീഡിയോയിലൂടെ ചുരുക്കി പറയാം. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ 1600 വാങ്ങുന്നവരുടെ മസ്റ്ററിങ് ചെയ്യേണ്ടത് 2024 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിക്കപ്പെട്ട അത് അപ്രൂവായി ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്ന എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ജൂൺ 25-ാം തീയതി മുതലാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും നടത്തപ്പെടുക. നിലവിൽ കോമൺ സർവീസ് സെൻറ്റർ വഴി നടത്തുന്നതിന് വേണ്ടിയും നിലവിൽ പരിശ്രമിക്കുന്നുണ്ട്. അതിൽ അംഗീകാരമായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കാം. നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമേ ഇതിനുള്ള ഒരു സംവിധാനമുള്ളൂ എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ഇതിനുവേണ്ടി തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരു സജ്ജീകരണം ഉണ്ടായിരിക്കുകയും ചെയ്യും. നമുക്ക് ഒരു നിശ്ചിത തുക 30 രൂപയോളം നമ്മൾ ഫീസ് നൽകിയായിരിക്കും ഈ പ്രാവശ്യവും മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത്. ഇനി അതോടൊപ്പം നമ്മളുടെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മസ്റ്ററിങ് ഏറ്റവും ഒടുവിലായിട്ട് നടത്തപ്പെടും. അവരുടെ വിവരങ്ങൾ നമ്മളുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കുകയും വേണം. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് പിന്നീട് നിലവിൽ നേരിട്ടെത്തിയുള്ള മസ്റ്ററിങ് ഗുണഭോക്താക്കളുടെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളുടെ വീടുകളിലേക്ക് ഈ ഉദ്യോഗസ്ഥരെത്തുകയും അവർ നമ്മളെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു വ്യക്തി പോലും വിട്ടുപോകാതെ എല്ലാവർക്കും മസ്റ്ററിങ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. നിലവിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്നും നാളെയും ഒന്നുമല്ല മസ്റ്ററിങ് ആരംഭിക്കുന്നത്. ഈ മെയ് മാസവുമല്ല, ജൂൺ മാസം അവസാന ആഴ്ചകളുടെ, അതായത് 25-ാം തീയതിയോടെ മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ആധാർ കാർഡാണ് ഇതിൻ്റെ പ്രധാന രേഖ. ആധാർ കാർഡ് മറക്കാതെ എടുക്കുന്നതിന് വേണ്ടി, മസ്റ്ററിങ് ചെയ്യാൻ പോകുമ്പോൾ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഇനി പെൻഷൻ കുടിശ്ശികയൊക്കെ ഉണ്ട്, പെൻഷൻ പൂർണ്ണമായിട്ട് നൽകി തീർത്തിട്ടില്ല. ഈ ഒരു സമയത്താണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത്. എങ്കിൽ ഇതെല്ലാം നൽകി തീർത്തിട്ട് പോരെ മസ്റ്ററിങ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഈ മസ്റ്ററിങ് എന്ന് പറയുന്ന പ്രക്രിയ 1 വർഷക്കാലത്തേക്ക് നമുക്ക് വേണ്ട ഒരു പ്രധാന കാര്യമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ 1 വർഷക്കാലത്തേക്ക് ഒരു തടസ്സവും കൂടാതെ പെൻഷൻ ലഭിക്കാനുള്ള പ്രക്രിയയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് മുടങ്ങി കിടക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം അത് നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും അതോടൊപ്പം വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവരും എല്ലാവരും ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ജൂൺ മാസം 25-ാം തീയതി മുതൽ ആരംഭിച്ച് നമുക്ക് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെയാണ് നിലവിൽ സമയം അനുവദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.